അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി മലപ്പുറം ജില്ലയിലെ തലപ്പാറയ്ക്കും കുളപ്പുറത്തിനും ഇടയിലുള്ള വി കെ പടി എന്ന് പറയുന്ന സ്ഥലത്ത് NH 66 നിർത്തിയിട്ട് നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പുറകിൽ ഒരു കാർ ഇടിച്ച് ഒരു അപകടമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത ഇന്നലെ രാത്രി തന്നെ ആ വാർത്തയെക്കുറിച്ച് കേട്ടിരുന്നതിൻ്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ കണ്ടിരുന്നു. ആ കാറിനെ ക്രെയിൻ ഉപയോഗിച്ച് അവിടുന്ന് മാറ്റുന്ന ചിത്രങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ കണ്ടിരുന്നു. ഇന്ന് രാവിലെയാണ് ആ ഒരു അപകടത്തിൻ്റെ ഭയാനകത എത്രമാത്രം വലുതാണ് എന്നുള്ള അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളൊക്കെ അറിയുന്നത്. ആ ഒരു അപകടത്തെ തുടർന്ന് 2 മുത്തഅല്ലിമീങ്ങൾ മരണപ്പെട്ടു. ഉസ്താദാവാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 മുത്തഅല്ലിമീങ്ങൾ ആ ഒരു അപകടത്തെ തുടർന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും 3 മുത്തഅല്ലിമീങ്ങൾക്ക് ഗുരുതര പരിക്കേറ്റ് അവർ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എന്നുള്ള വാർത്തയൊക്കെ ഇന്ന് രാവിലെയാണ് കേൾക്കുന്നത്, അറിയുന്നത്. അള്ളാഹു ആ വിട പറഞ്ഞു പോയ ആ മുത്തഅല്ലിമീങ്ങൾക്ക്, ആ 2 ഉസ്താദുമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. അവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. അതുപോലെ ചികിത്സയിലുള്ള കുട്ടികൾ അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകട്ടെ. വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ ഞാൻ ആദ്യം കേൾക്കുന്നത് ആ കുട്ടികൾ പഠിച്ചിരുന്ന ദർസിലെ ഉസ്താദിൻ്റെ ഒരു വോയിസ് ആയിരുന്നു. താഞ്ഞാളൂർ സലീം ഹസനി എന്ന പേരുള്ള ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഇങ്ങനെ ഉസ്താദുമാരുടെ ഗ്രൂപ്പിലൂടെയൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിങ്ങനെ കണ്ടതാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ്. ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ദർസിൽ പഠിക്കുന്ന കുട്ടികൾ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കുട്ടി ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കുട്ടി വിട പറഞ്ഞിട്ടുണ്ട്. മറ്റു കുട്ടികളൊക്കെ ഗുരുതരാവസ്ഥയിലാണ്, ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹൃദയം പൊട്ടിയിട്ടുള്ള ആ ഒരു ഉസ്താദിൻ്റെ വോയിസ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഈ ദർസിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പഠിച്ച ആളുകൾക്ക് അറിയാം, നമ്മളെ മദ്രസയിൽ പഠിക്കുന്ന ഉസ്താദ് ശിഷ്യബന്ധമല്ല ഈ ദർസിൽ ഉള്ളത്. അത് ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ബന്ധമായിരിക്കും. ദർസിലെ ഉസ്താദന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം കുട്ടികളെക്കാളും വലിയ സ്ഥാനത്തിലും അതിന് മാത്രം അടുപ്പത്തിലൊക്കെ ആയിരിക്കും ഈ കുട്ടികൾ ഉസ്താദുമാർ കാണാൻ. അപ്പോൾ അത്തരത്തിലുള്ളൊരു കുട്ടിക്ക് പരിക്ക് പറ്റി ഒരു മരണപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ ആ ഉസ്താദിനുണ്ടാകുന്ന വേദന വളരെ വലുതായിരിക്കും. ആ കുട്ടിയുടെ കുടുംബത്തെ പോലെ തന്നെ വളരെയധികം ദുഃഖിക്കുന്ന ആളായിരിക്കും ആ ഉസ്താദും. അപ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു വേദനയോടുകൂടിയുള്ള ആ ഒരു സംസാരം കേട്ടു. ഉസ്താദിൻ്റെ സംസാരത്തിൽ കേട്ടത് ഒരു കുട്ടി മരണപ്പെട്ടു എന്നാണ്. പക്ഷെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില വോയിസുകളും മറ്റൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു, 2 കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇന്നലെ രാത്രി ഇവരുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവർ തിരൂര് തലക്കടത്തൂരിലാണ് ഈ ഉസ്താദിൻ്റെ ദർസ് ഉള്ളത്. ആ ദർസിൽ നിന്ന് ആ ദർസിലെ മറ്റൊരു വിദ്യാർത്ഥിയായ ഒരു സയ്യിദ് ഒരു തങ്ങളുടെ വീട്ടിൽ മൗലിദ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മൗലിദ് സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ 5 കുട്ടികൾ സ്വിഫ്റ്റ് കാറിൽ അവർ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നത്. കുന്നുംപുറത്തോ മറ്റോ ആണ് ഈ സയ്യിദിൻ്റെ വീട് എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക്, ആ സയ്യിദിൻ്റെ തങ്ങളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ഇന്നലെ ആ സമയത്ത് അവിടെ ഒരു മഴയൊക്കെ പെയ്ത്, റോഡിലൊക്കെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. ഇവർ കാറിന് ഓവർ സ്പീഡാണോ എന്താണോ എന്നൊന്നും അറിയില്ല. ലോറി വി കെ പടിയിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. നിർത്തിയിട്ടിരിക്കുന്ന ആ ലോറിയുടെ പുറകു വശത്താണ് ഇടിച്ചിട്ടുള്ളത്. അതും ഇടിച്ചിട്ടുള്ളത് നേരെ ഫ്രണ്ട് കൊണ്ടുപോയിട്ടല്ല, കാറിൻ്റെ ഫ്രണ്ട് ഭാഗമല്ല ഈ ലോറിയുടെ പുറകിൽ ഇടിച്ചിട്ടുള്ളത്. മറിച്ച് ഇവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയ സമയത്ത് ഈ റോഡൊക്കെ നനഞ്ഞു കിടക്കുന്നത് കൊണ്ടും മറ്റൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. പെട്ടെന്ന് കാറ് തിരിഞ്ഞ് സ്വിഫ്റ്റ് കാറിൻ്റെ ബേക്ക് ഭാഗമാണ് ഈ ലോറിയുടെ പുറകുവശത്ത് കൊണ്ടുപോയി ഇടിച്ചിട്ടുള്ളത്. ആ ഒരു ഇടിയുടെ ആഘാതത്തിലാണ് ആ കാറിൻ്റെ ചിത്രങ്ങൾ മറ്റൊക്കെ ഒരു പക്ഷേ കണ്ടു കാണും. നന്നായിട്ട് ചളുങ്ങിയിട്ടുണ്ട്, ഞെങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറകുവശത്തിരുന്നിരുന്ന കുട്ടികളായിരിക്കും ഈ മരണപ്പെട്ടിട്ടുണ്ടാവുക. അതിനും വളരെയേറെ വേദന തോന്നിയത് ഒന്ന്, ഈ കുട്ടിയെ ഇതിലെ ഉസ്മാൻ എന്ന് പറയുന്ന കുട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ കുട്ടി മരണപ്പെട്ടത്ര. 2ാമത്തെ കുട്ടി ഷാഹുൽ അമീദ് എന്ന പേരുള്ള കുട്ടി ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷമാണ് അത്രയും മരണപ്പെട്ടത്. അവസാനമായിട്ട് ആ കുട്ടി വെച്ചിരുന്ന സ്റ്റാറ്റസ് വളരെയേറെ നമ്മയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. എന്തോ ആ കുട്ടി മരണം നേരത്തെ മനസ്സിൽ കണ്ടതുപോലെയുള്ളൊരു കുറിപ്പാണ് ആ കുട്ടി അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. റബ്ബേ നീയേ കൂട്ടിനുള്ളൂ, കൈവിടല്ല നാഥ എന്നുള്ള ആ ഒരു സ്റ്റാറ്റസാണ് ആ കുട്ടി വെച്ചിരുന്നത്. റബ്ബേ നീയേ കൂട്ടിനുള്ളൂ, കൈവിടല്ല നാഥ എന്ന് പറയുന്നത് കൊണ്ടാണ് ആ കുട്ടി ആ ഒരു സ്റ്റാറ്റസ് ആയിരുന്നു അത്ര ആ കുട്ടിയുടെ അവസാന സ്റ്റാറ്റസ്. അങ്ങനെയാണ് ആ കുട്ടി ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യുന്നത്. അള്ളാഹു സ്വർഗം നൽകട്ടെ.
ഇനി ആ കുട്ടികളുടെ വീട്ടുകാരുടെ മാനസികാവസ്ഥയും അവരുടെ കുടുംബത്തിൻ്റെയൊക്കെ വിഷമമൊക്കെ എത്രത്തോളം വലുതായിരിക്കും. വലിയ പ്രതീക്ഷകളോടുകൂടെ ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട് ദർസിലേക്ക് ഒരു പണ്ഡിതനായി തൻ്റെ മകൻ തിരിച്ചെത്തണമെന്നുള്ള ഒരു സ്വപ്നത്തോടുകൂടെ ദർസിലേക്ക് പറഞ്ഞയച്ച് ദർസിലെ അവസാന സമയമാണ്, അവരുടെ ദർസ് പഠനം പൂർത്തിയാവുന്നൊരു ഘട്ടത്തിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദന തന്നെയായിരിക്കും. അള്ളാഹു ക്ഷമ നൽകട്ടെ, സമാധാനം നൽകട്ടെ. എന്തായാലും നല്ല രീതിയിൽ ആ കുട്ടികളെ നല്ല രീതിയിൽ മാതാപിതാക്കൾ വളർത്തി, ദീനൊക്കെ പഠിപ്പിച്ച് വളർത്തി. അള്ളാഹു ഏൽപ്പിക്കുന്ന അമാനത്താണല്ലോ മക്കൾ എന്ന് പറഞ്ഞാൽ. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തി അങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഒരു അപകടം പറ്റി. എന്തായാലും മനഃപൂർവ്വമല്ലല്ലോ അപകടം, ഏതായാലും മനഃപൂർവ്വം കൊണ്ട് ഇടിക്കുന്ന ഒന്നല്ലല്ലോ, അറിയാതെ സംഭവിച്ചു പോകുന്നതാണല്ലോ. ഇനി സ്പീഡ് കൂടിയിട്ടായാലും എന്തായാലും ഒരു പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായേക്കാം, എന്തോ അറിയില്ല. അള്ളാഹു അഅലം. അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ പ്രതിഫലം നൽകട്ടെ. ആ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക, ആ കുടുംബത്തിൻ്റെ ക്ഷമയ്ക്കും സമാധാനത്തിനും വേണ്ടിയൊക്കെ. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ കഴിയുന്ന കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് ശിഫ ലഭിക്കാനും മറ്റുമൊക്കെ വല്ലാത്ത വേദന തന്നെയാണ്. ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വല്ലാത്ത വേദന. നമ്മൾ പ്രത്യേകിച്ച് ദർസിലൊക്കെ പഠിച്ചു വന്ന ആളുകളായതുകൊണ്ട് ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഇത്തരത്തിലൊരു സംഭവം അപകടം ഉണ്ടായി എന്നൊക്കെ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഏരിയയൊക്കെ എനിക്ക് നന്നായിട്ട് പരിചയമുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ്. ഈ തലക്കടത്തൂർ ദർസായാലും ദർസും പരിസരവും, അതുപോലെ തന്നെ ഈ VK പടി, അപ്പോൾ ഒക്കെ നമ്മളിങ്ങനെ മലപ്പുറം ജില്ലയിലൊക്കെ പഠിച്ച ആളുകളായതുകൊണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും മലപ്പുറം ജില്ലയിൽ പലപ്പോഴായി പോവേണ്ട സാഹചര്യങ്ങളും, അതുപോലെ തന്നെ അവിടെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പരിചയമുള്ള സ്ഥലങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പോൾ അവിടെ ഇങ്ങനൊരു അപകടം ഉണ്ടായത് എന്നൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തന്നെയാണ്. പിന്നെ ആദ്യമായിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഗസയിലേക്കാണല്ലോ നമ്മുടെ ചിന്തയൊക്കെ പോവുക. പഠിച്ചോൻ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും വേദന, ഇത്രയും പ്രയാസം ഒക്കെയാണ്. നമുക്ക് തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഗസയിലേക്ക് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ, എത്രമാത്രം ഇത് അറിയാതെ സംഭവിച്ച അപകടം. അവിടെ എത്രമാത്രം ക്രൂരമായാണ് ഇസ്രായേൽ അവിടുത്തെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ സാധാരണക്കാരെയൊക്കെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രമാണ് അവർക്കുള്ള നഷ്ടങ്ങൾ, വേദനകളും. അള്ളാഹുവേ അവർക്ക് ക്ഷമയും സമാധാനവും നൽകണേ. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തണേ റബ്ബേ. എപ്പോഴും നമ്മൾ ഫലസ്തീനുകളെ ദുആയിൽ ഉൾപ്പെടുത്തണം. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പഠിച്ചവനെ കഴിഞ്ഞ ദിവസമൊക്കെ കയ്യും കാലൊക്കെ നഷ്ടപ്പെട്ടൊരു കുട്ടി ഗസയുടെ ഒരു ഭാഗത്ത് നിന്ന് അവരെ മറ്റൊരു ഭാഗത്തേക്ക് ഇസ്രായേലി സൈന്യം ആട്ടി ഓടിക്കുമ്പോൾ ആ കുട്ടി തൻ്റെ രണ്ട് കാലുമില്ല, ഒരു കൈയുണ്ട്, ഒരു കൈയില്ല. എന്നിട്ട് ആ കുട്ടി ആ ഒറ്റ കൈയും വെച്ച് ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ എഴിഞ്ഞ് നീങ്ങുന്ന ആ ഒരു ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊന്നും സഹിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അത്രമാത്രം ക്രൂരമായി, എല്ലാ നിലക്കും ക്രൂരമായി ഇസ്രായേലി സൈന്യം അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് സമാധാനം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.